സാധ്യ വിഷയത്തിലേക്ക് സിനിമ എടുക്കുന്നവരുടെ ജാതിയും ലിംഗവ്യത്യാസവും എല്ലാം പറഞ്ഞ് വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. നേരത്തെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർക്കെതിരെയും ജാതി അധിക്ഷേപം നടത്തിയെന്ന് അടൂരിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാത ചലച്ചിത്രകാരൻ ഉദ്ദേശിക്കുന്ന സിനിമാ പഠനം എന്താണ്? വിവിധ ഘട്ടങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ശേഷം KSFDC തെരഞ്ഞെടുക്കുന്ന തിരക്കഥയും സംവിധായകരും മോശം നിലവാരമുള്ളവരാണെന്ന് പറയുന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്താണ്? തനിക്കെതിരെയുള്ള പ്രതിഷേധം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നത് പറയുന്നതിലൂടെ വിഷയത്തിന്റെ ഗൗരവത്തെ തന്നെ റദ്ദാക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണോ? ആദ്യം പരിശോധിക്കാം RDX റാം. സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയോട് കടുത്ത വിയോജിപ്പ് തുടരുന്നതിനിടയിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ. എന്നാൽ അടൂരിനെതിരെ സിനിമാ പ്രവർത്തകർക്ക് പുറമെ തിരുവനന്തപുരം ചാലയിലുള്ള തൊഴിലാളികളും പ്രതിഷേധിച്ചു. വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നാണ് KSFDC സിനിമയ്ക്ക് തിരക്കഥയും പ്രൊജക്ടും തെരഞ്ഞെടുക്കുന്നത്. എന്നിട്ടും വനിതാ സംവിധായകർക്കും ദളിത് സംവിധായകർക്കും മാത്രമായി എന്ത് പരിശീലനമാണ് നൽകേണ്ടതെന്ന ചോദ്യമാണ് സിനിമാ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. സിനിമ എടുക്കുന്നവർക്ക് സർക്കാർ ധനസഹായം നൽകുന്നതിന് താൻ എതിരല്ല എന്നാണ് വിവാദത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വിശദീകരണം. സിനിമ എടുക്കാൻ സർക്കാർ പണം നൽകുമ്പോൾ കൃത്യമായ പരിശീലനം ഉറപ്പാക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഗായിക പുഷ്പവതിയുടെ പ്രതിഷേധം പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടൂരിനെ പോലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് അറിയില്ലെന്നായിരുന്നു പുഷ്പവതിയുടെ മറുപടി. ദളിത് വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനുള്ള സർക്കാർ ഇടപെടലാണെന്ന് ചൂണ്ടിക്കാണിച്ച് അടൂരിന്റെ പരാമർശത്തെ മന്ത്രി സജി ചെറിയാൻ വേദിയിൽ തന്നെ തള്ളിയിരുന്നു. പ്രസ്താവന SC/ST വിഭാഗത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും SC/ST കമ്മീഷനിലും പരാതി നൽകി. RDX റാപ്പ് ന്യൂസ് മലയാളം. അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നലെ സിനിമാ കോൺക്ലേവിൽ നടത്തിയ വിവാദ പരാമർശം നമുക്കൊന്ന് പരിശോധിക്കാം. അതിലേക്ക് ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. നിർബന്ധമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം കൊടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. ഒരിക്കലും ഗവൺമെൻറ് ചുമതലയല്ലത്. അധിക്ഷേപ പരാമർശം നടത്തിയിട്ടില്ലെന്നും വ്യാഖ്യാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല എന്നും അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചു. പരിശീലനം നൽകണമെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നായിരുന്നു വിശദീകരണം. അതിലേക്ക് അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എൻ്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പണം എടുക്കുന്ന ആളിന് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് ഉയർന്നു വരാനുള്ള നയത്തിന് തുരങ്കം വയ്ക്കുന്നതിനെതിരെയാണ് പ്രതികരിച്ചതെന്ന് ഗായികയും സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി പറഞ്ഞു. സാമൂഹികമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള ഒരു പോളിസിയാണിത്. അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അത് മുഖ്യധാര സിനിമാ മേഖലയിലേക്ക് അവർക്ക് ഉയർന്നു വരാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അതൊരു നിസ്സഹായാവസ്ഥ. അവരുടെ നിസ്സഹായാവസ്ഥയെ സർക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അതിൽ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നുള്ളതാണ്. വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാണ് KSFDC തിരക്കഥ തെരഞ്ഞെടുക്കുന്നതും ഫണ്ട് അനുവദിക്കുന്നതുമെന്ന് അരികിന്റെ സംവിധായകൻ കൂടിയായ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ VS സനോജ് പറഞ്ഞു. ഒരു ഫ്യൂഡൽ മനോനിലയിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു പുതിയ കാലത്തെ പറഞ്ഞ വേറൊരു തരത്തിലുള്ള ഒരു അമ്മാവൻ കോംപ്ലക്സിൻ്റെ വർത്തമാനമാണ് അടൂരിനെ പോലൊരു വലിയ വിഖ്യാതനായിട്ടുള്ള ഒരു ഫിലിം മേക്കർ നടത്തിയത്. അതിനകത്ത് ഒരു സിനിമ ചെയ്ത വ്യക്തി എന്ന നിലയിലും ആ സിനിമ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്കും എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു വലിയ ക്രോസ് സെക്ഷൻ്റെ കൂടെ പ്രശ്നമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല.
ഈ സിനിമകളൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. വനിതാ സംവിധായകർക്കുള്ള പദ്ധതി 2019 SC/ST വിഭാഗത്തിലുള്ള സംവിധായകർക്കുള്ള പദ്ധതി 2020 ആരംഭിച്ചത്. തിരക്കഥയുടെയും പ്രോജക്റ്റിന്റെയും നിലവാരം വിലയിരുത്തിയാണ് സംവിധായകരെ തിരഞ്ഞെടുക്കുക. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കണം. ചിത്രത്തിന്റെ 10% കൂടുതൽ കേരളത്തിന് പുറത്താകാൻ പാടില്ല എന്നുമുണ്ട്. ആദ്യം സിനോപ്സിസ് ക്ഷണിക്കും, ശേഷം വിശദമായ പ്ലാൻ വായനയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തും. 20 ദിവസത്തിനകം സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അഭിമുഖമുണ്ട്. അതിൽ നിന്നാണ് 1 വർഷം 2 സിനിമ KSFDC തെരഞ്ഞെടുക്കുന്നത്. KSFDC നിർമ്മിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. മിനി IG സംവിധാനം ചെയ്ത ഡിവോഴ്സ്, താരാരാമാനുജന്റെ നിഷിധോ, ഇന്ദു ലക്ഷ്മിയുടെ നിള, ശ്രുതി സുബ്രഹ്മണ്യത്തിന്റെ B32 മുതൽ 44 വരെ, VS സനോജിന്റെ അരിക്, അരുൺ ജെ മോഹന്റെ ചുരുൾ, മനോജ് കുമാർ CS-ന്റെ പ്രളയശേഷം ഒരു ജലകന്യക, ശിവരഞ്ജനിയുടെ വിക്ടോറിയ, ഫർസാന സംവിധാനം ചെയ്ത മുംത, സുനീഷ് വടക്കുംപാദത്തിന്റെ കാട്. ഇത്രയുമാണ് ഇതുവരെ ചെയ്ത സിനിമകൾ. ഈ തുക അനുവദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചിത്രത്തിന് KSFDC അനുവദിക്കുന്ന ആകെ ബജറ്റ് 1.5 കോടി രൂപയാണ്. 1,10,00,000 പ്രൊഡക്ഷൻ കോസ്റ്റ് തുക, 40 ലക്ഷം മാർക്കറ്റിങ്ങിനുള്ള തുക. ഈ തുക സംവിധായകന് നൽകുമോ എന്നതാണ് പ്രധാന ചോദ്യം. KSFDC ഒരു പരിചയസമ്പന്നനായ പ്രൊഡക്ഷൻ കൺട്രോളറെ ലൈൻ പ്രൊഡ്യൂസറായി നിയമിക്കും. പണം കൈകാര്യം ചെയ്യുന്നത് KSFDC ഫിനാൻസ് മാനേജറാണ്. സംവിധായകന് റോളില്ല. ഷൂട്ട് മുതൽ ഓരോ 10 ദിവസത്തിലും KSFDC സെറ്റിൽ പരിശോധന നടത്തും. ഓഡിറ്റ് ചെയ്ത് ഓരോ 10 ദിവസത്തേക്കുമാണ് ബജറ്റ് അനുവദിക്കുന്നത്. തിരക്കഥ സംവിധാനം നിർവഹിക്കുന്നയാൾക്ക് പരമാവധി പ്രതിഫലം 2 മുതൽ 3 ലക്ഷം രൂപ വരെയാണ്. ഫൈനൽ ഔട്ട് സംവിധായകന് കൊടുക്കുകയുമില്ല. ചിത്രം എത്തുന്ന OTT പ്ലാറ്റ്ഫോം സി സ്പേസ് എന്നതാണ്. സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോമാണ്. KSFDC മുൻ ചെയർമാൻ ഷാജിയൻ കരുണിനെതിരെയും ഗുരുതര ആരോപണം ഈ വിഷയത്തിൽ മുമ്പ് ഉയർന്നതാണ്. സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സിനിമകളുടെ സംവിധായകരെ ബുദ്ധിമുട്ടിച്ചു എന്നായിരുന്നു അന്നത്തെ ആരോപണം. നിള റിലീസ് വൈകിപ്പിച്ചത് ഷാജിയൻ കരുണാണ് എന്ന് സംവിധായക ഇന്ദു ലക്ഷ്മി പറയുകയും ചെയ്തു. സർക്കാർ നിർദ്ദേശം കടുപ്പിച്ചതോടെ മാത്രമാണ് അന്ന് ചിത്രം റിലീസായത് എന്നാണ് ഇന്ദുലക്ഷ്മി പറഞ്ഞത്. സ്വന്തം സിനിമയുടെ പ്രിവ്യൂവിന് വേദിയിൽ ഇരിക്കാൻ പോലും അവസരം ലഭിച്ചില്ല എന്ന് ഡിവോഴ്സ് എന്ന സിനിമയുടെ സംവിധായിക മിനി IG പറഞ്ഞു. ഫണ്ട് കൃത്യമായി റിലീസ് ചെയ്തില്ല, നിരന്തരം പൈസയ്ക്കായി യാചിക്കേണ്ടി വന്നുവെന്നും മിനി IG പറഞ്ഞു. 2023 സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ റിലീസ് വൈകിപ്പിച്ചെന്ന് അരികിന്റെ സംവിധായകൻ VS സനോജും മുമ്പേ ആരോപണം ഉന്നയിച്ചതാണ്. ഫണ്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടു എന്നും അന്ന് സംവിധായകൻ പറഞ്ഞു. അരിക് റിലീസ് ചെയ്തത് ഫെബ്രുവരി 2025 ചിത്രത്തിന്റെ റിലീസ് ബോധപൂർവം വൈകിപ്പിച്ചു എന്ന് ചുരുൾ സംവിധായകൻ അരുൺ ജെ മോഹനും പറഞ്ഞു. 2022 ചിത്രീകരണം പൂർത്തിയാക്കിയ ചുരുൾ റിലീസ് ചെയ്തത് 2024 ഓഗസ്റ്റിലാണ് എന്ന പ്രശ്നം കൂടിയുണ്ട്. സനീഷ്, ഇത് നേരത്തെയും ഈ സർക്കാരിൻ്റെ ഈ പദ്ധതി മറ്റു പലതരത്തിൽ ചർച്ചയാണ്. ആദ്യം വലിയ തോതിൽ അഭിനന്ദിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തവണ ഉയർന്ന ആരോപണങ്ങളെല്ലാം നമ്മളിവിടെ വായിച്ചു. അതായത് യഥാസമയം ഈ സിനിമയുടെ സംവിധായകർക്ക് അല്ലെങ്കിൽ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പണം അനുവദിക്കുന്നതിലൊക്കെ KSFDC വീഴ്ച വരുത്തുകയോ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പുതുമുഖ സംവിധായകരെ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമുണ്ട് എന്നത് വലിയ ചർച്ചയായി. അന്ന് സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. അതിനൊക്കെ ശേഷമാണ് പല സിനിമകളും റിലീസ് ചെയ്യുന്നതിന് വരെ KSFDC ഒരു മുൻകൈ എടുത്തത്. അങ്ങനെ KSFDC തന്നെ വേറൊരു തരത്തിൽ ഒരു ഭാഗത്ത് ഒരു കൈയിലൂടെ ഈ സഹായം എത്തിക്കുമ്പോൾ മറുകൈയിലൂടെ അതിനെ ഒന്ന് ഞെരിക്കാൻ വേണ്ട ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ മുമ്പേ ചർച്ച ചെയ്തതാണ്. ന്യൂസ് മലയാളം വന്നതിന് ശേഷം നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഏറെ ശ്ലാഘിക്കപ്പെട്ട ഈ പദ്ധതിയെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സ്ത്രീകൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഒക്കെ സംവിധായകരാകാൻ താല്പര്യമുള്ളവർക്ക് തരക്കേടില്ലാതെ ഒരു സിനിമ ചെയ്തേക്കാം എന്ന് തോന്നത്തക്ക രീതിയിലാണല്ലോ ഈ 1.5 കോടി കൊടുക്കുന്നത്. മറ്റേത് 50 ലക്ഷം എന്നാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. 50 ലക്ഷം വെച്ച് ഇന്നത്തെ കാലത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് അസാധ്യമായ സംഗതിയാണ്. ആ നിലയ്ക്ക് ഒരു സിനിമ പൂർത്തിയാക്കുക എന്നുള്ളത് ഇത് കൃത്യമായൊരു പ്ലാനാണ്. 1,10,00,000 സിനിമ പൂർത്തിയാക്കുക, 40 ലക്ഷത്തിന് നിങ്ങളത് മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്ലാൻ അടക്കമുള്ളപ്പോൾ ഇതൊരു പഠനമില്ലാത്ത സംഗതിയാണ് എന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ തോന്നിയത്? അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന് വിവരമില്ല ഈ കാര്യത്തിൽ. വിവരം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഇല്ല. അതിപ്പോൾ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള ഇൻഫർമേഷനും നമ്മൾ നേരത്തെ ഡാറ്റാ ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന പോലുള്ള ഇൻഫർമേഷനും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയാണ് ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത്. അത് ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചുള്ള വിവരമില്ലായ്മ മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് ഇതിനെ എങ്ങനെ കാണണമെന്ന വിവരം ഇല്ലായ്മ കൂടെ അദ്ദേഹത്തിനുണ്ട്. അത് 2 പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരിക. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം പരിശീലനം കൊടുക്കണം എന്നത്. അതിനകത്തുള്ള വിവരമില്ലായ്മ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ഇൻഫോ കിട്ടിയിട്ടില്ല. എന്താണ്
പരിശീലനം ഉള്ള ആളുകളാണ് ഇവർ. അല്ലാതെ +2 കഴിഞ്ഞ ആളുകളെ നിന്ന് നാം വന്ന് സിനിമ സംവിധാനം ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ നടത്തി അവർക്ക് പൈസ കൊടുക്കുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളിൽ നിന്ന് നേരെ കൊടുത്തിട്ട് പൈസ കൊടുത്ത് നിങ്ങൾ സിനിമ ചെയ്യൂ എന്ന് പറയുകയല്ല ചെയ്തത്. നമുക്ക് VS സനോജിനെ നമുക്കറിയാലോ, മറ്റ് സംവിധായകരെ ഈ പറയുന്ന ആളുകൾക്കെല്ലാം അറിയാം. അവരെല്ലാം നേരത്തെയും സിനിമ ചെയ്തിട്ടുള്ള ആളുകളാണ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, തിരക്കഥ എഴുതിയിട്ടുള്ള ആളുകളാണ്, പലപാട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് സങ്കീർണമായിട്ടുള്ള പ്രോസസ്സിലൂടെ സർക്കാരിൻ്റെ പണമാണ്, അതിനകത്ത് സർക്കാരിൻ്റെ പണം വിനിയോഗിക്കുമ്പോൾ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഇൻ്റർവ്യൂകളും ഏത് നിലയ്ക്ക് ഇവർക്ക് പ്രാപ്തിയുണ്ടെന്ന് കണക്കാക്കിയിട്ടൊക്കെ ദീർഘമായ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആളുകൾക്ക് ഈ പണം കൊടുത്തിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ എന്ന് വെച്ചാൽ 1.5 കോടി എന്ന് പറഞ്ഞാൽ 1,10,00,000 മാത്രമേ ഇവർക്ക് നിർമ്മാണത്തിനുള്ളൂ. ബാക്കി 40 ലക്ഷം രൂപ ഇതിൻ്റെ പബ്ലിസിറ്റി മറ്റൊക്കെയാണ്. പക്ഷേ അതൊക്കെ പലതരത്തിൽ വേണ്ട രീതിയിലല്ല ചെന്നിട്ട്. അപ്പോൾ ഞാനീ പറയുന്ന നമ്മൾക്കറിയാവുന്ന ഈ ഇൻഫോ, ഏറ്റവും പ്രാഥമികമായ ഇൻഫോ, വിവരം, ഈ പറയുന്ന കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല. അതായത് ഓൾറെഡി പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകൾക്കാണ്, സിനിമാക്കാർ തന്നെയായിട്ടുള്ള ആളുകളാണ് ഈ സിനിമ എടുക്കുന്നത്. പക്ഷേ അവർക്ക് അവരുടെ പ്രതിഭയ്ക്കനുസരിച്ചുള്ള സിനിമ എടുക്കാൻ പാകത്തിനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കിയിട്ട് പല മേഖലകളിൽ നിന്ന്, സ്ത്രീകളുടെ മേഖലയിൽ നിന്നാണെങ്കിലും പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നിന്നാണെങ്കിലും സർക്കാരിൻ്റെ അതൊരു ഉത്തരവാദിത്തമാണ്. അത് ഈ പറയുന്നത് പോലെ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ നിന്ന് ചെറിയ ആളുകളെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ അതെന്തെങ്കിലും തരത്തിലൊരു സൗജന്യം കൊടുക്കുന്നതല്ല, ഒരു ഉത്തരവാദിത്തമാണ് സർക്കാർ ചെയ്യുന്നത്. അത് ജനാധിപത്യ രാജ്യങ്ങളിൽ, ജനാധിപത്യ പ്രദേശങ്ങളിൽ പലയിടത്തും ഉണ്ട്. ആ പ്രാഥമികമായ ഇൻഫോ ഇല്ല അദ്ദേഹത്തിന്. അപ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള ഈ ഇൻഫോ ഇല്ലാത്ത ആളെ എന്തിനാണ് സർക്കാർ ഇവിടെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം. അതായത് അദ്ദേഹം പുഷ്പവതിയെക്കുറിച്ച് ചോദിച്ചില്ല, ആരാണ് ഇവർ ഇവിടെ വന്നിരിക്കാൻ, യോഗ്യത എന്താണ് അവർക്ക് എന്ന്. സത്യത്തിൽ അവർക്കല്ല യോഗ്യതയില്ലാത്തത്, അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് യോഗ്യതയാണ് ഇവിടെ വന്നിരിക്കാനുള്ളത്? അദ്ദേഹം സിനിമയുടെ കണ്ടന്റിനെക്കുറിച്ചോ സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്നൊരു വേദിയിലോ ആണ് ഈ വന്നിരിക്കുന്നതെങ്കിൽ ഓക്കെ, അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കേണ്ട ആളാണ്. കേരളം പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മഹാനായിട്ടുള്ള സിനിമാ സംവിധായകനാണ്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ആകാം. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രേറ്റ്നെസ്സെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മളെന്തെങ്കിലും പറയേണ്ടതില്ല. അത്രമാത്രം ഗ്രേറ്റ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം, ലോകത്തിൻ്റെ തന്നെ നിലവാരത്തിൽ വെച്ച് നോക്കിയാൽ. പക്ഷേ ഇതെന്തിനാണ് ഈ കോൺക്ലേവ് നടത്തിയത്? മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ സവിശേഷമായ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ തുടർന്ന് പരിഹരിക്കാനായിട്ടാണ് ഈ കോൺക്ലേവ് സർക്കാർ നടത്തിയത്. ആ കോൺക്ലേവിൽ എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാര്യം? അദ്ദേഹത്തിന് എന്തിനാണ് സർക്കാർ വിളിക്കുന്നത്? ഈ പറയുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഈ പ്രശ്നഭരിതമായിട്ടുള്ള ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ഭാഗം പോലുമല്ല അദ്ദേഹത്തിൻ്റെ ധാരയിൽ വേറെ സിനിമ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം വിഹരിക്കുന്ന മേഖല തന്നെയും വേറെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പം പ്രാഥമികമായൊരു ഉദാഹരണം എടുത്ത് നോക്കൂ ഹർഷൻ. അതായത് മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ ഒരുപാട് പണം അവരുടെ ശമ്പളമായി വാങ്ങുന്നു എന്നത് മലയാള സിനിമയിലെ പ്രശ്നമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാനിത് ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയിൽ എവിടെയോ കണ്ടു. അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർ പലപാട് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയാണ്. പക്ഷേ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കാൻ വരുമ്പോൾ മമ്മൂട്ടി പ്രിയദർശൻ്റെ പടത്തിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ വാങ്ങുന്ന പണമാണോ വാങ്ങുക? വിധേയനിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ മാർക്കറ്റ് വില മുഴുവനായിട്ട് വാങ്ങിയിട്ടുണ്ടാകുമോ? എനിക്ക് തോന്നുന്നു ഉണ്ടാകില്ല എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം താഴേക്ക് പോകും. കാരണം അദ്ദേഹം വളരെ വേറൊരു ലെയറിൽ നിൽക്കുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മലയാള സിനിമയിലെ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിൽ ആപ്ലിക്കബിൾ അല്ല. അദ്ദേഹം ആ ഇൻഡസ്ട്രിക്ക് പുറത്ത് മുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല. പിന്നെ ഈ കോൺക്ലേവ് നടത്താൻ ആ കാര്യമായിട്ടുള്ള ആ പ്രാഥമികമായ സംഗതി എന്താണ് ഹർഷൻ? അത് ഈ പെൺകുട്ടി, ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു വലിയ അങ്ങേയറ്റം ലോകത്തെ ആകെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ആ സംഭവത്തിനകത്ത് പ്രതി എന്ന നിലക്ക് നിൽക്കുന്നയാളെ ആ കേസ് പരിഹരിക്കപ്പെടുന്നതിന് മുമ്പ്, ജുഡീഷ്യൽ പ്രോസസ്സിനകത്തൂടെ കടന്നു പോകുന്നതിന് മുമ്പ് പോലും സ്വന്തം സിനിമയുടെ പാർട്ടാക്കിയോ മാത്രമല്ല അയാൾക്ക് മേൽ വിശുദ്ധ പദവി വാക്കുകളാൽ വെച്ചു കൊടുത്ത ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. എനിക്ക് മനസ്സിലാകുന്നേയില്ല സംസ്ഥാന സർക്കാർ, സാംസ്കാരിക വകുപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ വിളിച്ച് ഇവിടെ ഇരുത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. കാരണം ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം അദ്ദേഹത്തിന് അതിനിരിക്കാൻ ഈ രണ്ട് തരത്തിൽ റൈറ്റില്ല. അദ്ദേഹം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങളുടെയോ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെയോ ആ നിലക്കുള്ള ഭാഗമല്ല. അദ്ദേഹം അതുപോലെ ഏതെങ്കിലും തരത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ ഒരു വർത്തമാനം പറഞ്ഞായിട്ടോ ആ ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് ഉപദേശ രൂപേണ കൊടുത്തായിട്ടോ നമ്മുടെ മുന്നിലേ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം വർഷം. അതായത് മറ്റൊന്ന് വിവരമില്ലാത്ത അദ്ദേഹത്തിന് ഇതിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യ പടം എടുക്കുന്ന 31-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് അതിനു മുമ്പ് 1961 എന്ന വർഷം അദ്ദേഹം എക്കണോമിക്സിൽ BA എടുക്കുകയാണ്. ബിരുദമെടുത്തിട്ട് അദ്ദേഹം സർക്കാർ ജീവനക്കാരനായിട്ട് പോയി. സർക്കാർ ജീവനക്കാരനായിട്ട് തമിഴ്നാട്ടിലെ ഡിണ്ടിഗിലിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ പോകുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വരുന്നത്. നോക്കൂ, 1961 കോളേജ് വിദ്യാഭ്യാസം നടത്താൻ എത്ര ആളുകൾക്ക് സാധിക്കും? 1961 കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് സർക്കാർ ജോലി എത്ര മനുഷ്യർക്ക് കിട്ടും? അവിടെ നിന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനുള്ള സൗകര്യം എത്ര പേർക്ക് കിട്ടും? ആ സൗകര്യം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഉന്നത
എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന ഈ പറയുന്ന ജാതി നിലകൊണ്ടുകൂടെയാണ്, സാമൂഹ്യ പ്രിവിലേജ് കൊണ്ടുകൂടെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ആ സാമൂഹ്യ പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തിന് പ്രതിഭയുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഭ അദ്ദേഹം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ചാല മാർക്കറ്റിലെ തൊഴിലാളിയുടെ മകൻ ഉണ്ടാകുന്ന പ്രതിഭ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രതിഭ പ്രകടിപ്പിക്കാൻ ഇതുപോലെ ഈ സൗവർണമായിട്ടുള്ള ഒരു പ്രിവിലേജ് ഈ ചാല മാർക്കറ്റിലെ തൊഴിലാളിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമാണ് അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. പക്ഷേ അത് ജനാധിപത്യ സംവിധാനങ്ങൾ മാറുമ്പോൾ ലോകത്തിലെല്ലായിടത്തും ജനാധിപത്യ സർക്കാരുകൾ അങ്ങനെ അണ്ടർ പ്രിവിലേജിലായിട്ടുള്ള ആളുകൾക്കിടയിൽ പ്രതിഭകളുണ്ടെങ്കിൽ ആ പ്രതിഭ ഇല്ലാതായി പോകരുത് എന്നതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തം കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരവും രാഷ്ട്രീയ വിവരവും അടൂർ ഗോപാലകൃഷ്ണനില്ല. അങ്ങനെ വിവരമില്ലാത്ത അടൂർ ഗോപാലകൃഷ്ണനെ അനൗചിത്യം നിറഞ്ഞൊരു സ്ഥലത്ത് അദ്ദേഹം ഇരിക്കേണ്ടതില്ലാത്തൊരു വേദിയിൽ കൊണ്ടു നിർത്തിയ സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയും. തീർച്ചയായും ഇതിൻ്റെ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വന്നവരും ഒക്കെ പറഞ്ഞത് ഇതൊക്കെ ഏത് സിനിമ, ആര് കണ്ട സിനിമ എന്ന മട്ടിലാണ്. ഇപ്പോൾ ജോയ് മാത്യു ഒക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇതിൽ വിക്ടോറിയ എന്ന സിനിമയ്ക്ക് ഒരു എൻട്രി കിട്ടി. ചുമ്മാ കിട്ടുന്നതല്ലല്ലോ. അത് മാത്രമല്ല ഇത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. കാരണം ഇവിടെ ഇങ്ങനെ ഒരു സർക്കാർ പദ്ധതി, ആ പദ്ധതിയിലൂടെ വരുന്ന ഒരു സംവിധായിക അവരുടെ സിനിമയ്ക്ക് ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു എൻട്രി കിട്ടുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു സിനിമ മാത്രമല്ല, അതുപോലെ ഏഷ്യൻ യൂത്ത് ടാലന്റ് കോമ്പറ്റീഷനിലാണ് അതിന് ഇത് കിട്ടിയത്. അതുപോലെ നിഷിധോ എന്ന സിനിമ ഈ പദ്ധതി പ്രകാരം വന്ന സിനിമ തന്നെയാണ്. അത് ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ അതിന് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടി. അതായത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പല അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സംവിധായകർ പിച്ച വെച്ച് വന്നത്. അല്ല ഇപ്പോൾ ഈ സിനിമകളെ കുറ്റം പറയുന്നുണ്ടല്ലോ. അതെ, എൻ്റെ ഓർമ്മയിൽ ഹർഷൻ്റെ ഓർമ്മയിലുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളെ കുറ്റം പറയുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. പിന്നില്ലേ. അപ്പോൾ അല്ല ഈ നിലയ്ക്കുള്ള അവാർഡ് കിട്ടി. അതുപോലെ തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്താണ് ഈ ശ്രുതി ശരണ്യത്തിൻ്റെ സിനിമ, അതിന് ബെസ്റ്റ് സ്ക്രീൻ റൈറ്റർക്കുള്ള പത്മരാജൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കണ്ടതാണ്. അതുപോലെ B32 മുതൽ 44 വരെ എന്നുള്ളത് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്ന സിനിമകളാണ് എന്നുള്ളത് ഓർക്കണം. അതുപോലെ സരോജിൻ്റെ അരിക് എനിക്ക് തോന്നുന്നത് ഈ ഗണത്തിൽ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയും സാധാരണ തിയേറ്ററിലേക്ക് എത്തി തിയേറ്ററിലെ ആളുകൾ കണ്ട സിനിമയുമാണ്. ഇത് പ്രേക്ഷകർ കാണുന്നില്ലെങ്കിൽ അതിനൊരു പ്രശ്നമുണ്ട്. അത് ഇന്ന് ഇത്തവണ അവിടെ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അത് വേറൊന്നുമല്ല, ഈ OTT പ്ലാറ്റ്ഫോം പോരാ. സർക്കാരിൻ്റെ ഈ OTT പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം എന്നുള്ളത് വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ആളുകൾക്ക് അവിടെ സിനിമ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അല്ലെങ്കിൽ ഇതൊന്നും കാണണ്ട എന്ന് ജനം വെറുതെ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇത് മറ്റ് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തട്ടെ, അല്ലാത്ത OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് ആളുകൾ കാണുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയാം. ഇതൊക്കെ എത്ര പേര് കണ്ടതാണ് എന്നാണ് ജോയ് മാത്യു ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുമ്പോൾ സനീഷ് പറഞ്ഞ ആ പ്രശ്നം വളരെ ഗുരുതരമാണ്. അതുണ്ട്. കാരണം എന്തിന് ഈ കോൺക്ലേവ് നടത്തുന്നു എന്നതുണ്ടല്ലോ, അതിൻ്റെ ഒരു കോറ് അതിനെ തകർത്ത് കളയുന്ന രീതിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അവിടുത്തെ പ്രസൻസ് എന്ന് സംശയമില്ലാതെ പറയാം. കാരണം അവിടെ പ്രസൻസ് ഇല്ലാത്ത കുറേ പേരുണ്ട്. ഇപ്പം നടൻ ദിലീപിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ? അദ്ദേഹത്തിന് അവിടെ ആ വേദിയിൽ സംസാരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചിലരുണ്ടല്ലോ. അതായത് ഇദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, അത് നിഷ്കളങ്കനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ദിലീപിനെ പറ്റി പറയുകയും ദിലീപിനെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്ത ഒരാളെ ഒരു ജുഡീഷ്യൽ പ്രോസസ് നടക്കുമ്പോഴാണ് ഇത് നടക്കുമ്പോഴല്ല, അത് കംപ്ലീറ്റ് ആയപ്പോഴല്ല, ഇത് നടക്കുമ്പോഴാണ്. അങ്ങനെ ചേർത്ത് നിർത്തിയ ഒരാൾ അവിടെ വന്ന് ഈ അഭിപ്രായം പറയും. ഈ അഭിപ്രായങ്ങളുടെ ഒരു തുടർച്ചയുണ്ടല്ലോ. അതായത് അവിടെ കോൺക്ലേവിൽ പറഞ്ഞതല്ല, പിന്നീട് അതേക്കുറിച്ച് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ചാനലിൽ അദ്ദേഹം ഇരുന്ന് പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവരാരാണ് ഈ സ്ത്രീ ഇവിടെ വന്നിരുന്നിട്ട് എന്നെക്കുറിച്ച് തോന്നിയാസം പറയാൻ? അവർക്ക് അവിടെ വന്നിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയാണ് പുഷ്പവതിയെക്കുറിച്ച്. അവർ ഈ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അല്ല, പുഷ്പവതിയുടെ കാര്യം പറഞ്ഞപ്പോൾ, പുഷ്പവതി പൊയ്പ്പാടത്ത് രാഘവൻ ലക്ഷ്മി ദമ്പതികളുടെ മകളായി ഒരു ദളിത് കുടുംബത്തിലാണ് ജനിച്ചത്. ഗായിക, സംഗീത സംവിധായിക, ഗാനരചയിതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ, പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനിലും ആഴത്തിൽ പരിശീലനം നേടിയ ഗായിക, 1999 മുതൽ 2004 വരെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ്, 2002 മുതൽ നിരവധി ചലച്ചിത്രങ്ങളിലെ പിന്നണി ഗായിക, മികച്ച ഗായികയ്ക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ, പൊയ്കയിൽ അപ്പച്ചൻ, ശ്രീനാരായണ ഗുരു, കബീർ, ടാഗോർ തുടങ്ങിയവരുടെ കൃതികൾ ഗാനങ്ങളാക്കി.
അങ്ങനെ ഈ പറഞ്ഞാൽ ഇതിപ്പോ പെട്ടെന്ന് അല്ല, കിട്ടിയ ചില അത് കാര്യങ്ങൾ അത് അത് മാത്രമല്ല അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരേ സമയം ഇവിടെ സ്ത്രീകളുടെ ഈ പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഈ നിലയ്ക്കുള്ള അദ്ദേഹം ഉപദേശ രൂപേണയാണ് അത് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അത് വഴിമാറി പോയിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ ഒരു ഉപദേശം അവിടെ ആവശ്യമില്ല. ഇദ്ദേഹത്തിന്റെ ഉപദേശം പ്രത്യേകിച്ച് അവിടെ ആവശ്യമില്ല. ഇനി രണ്ടാമത് അവിടെ ഈ SC/ST വിഭാഗക്കാർക്കുള്ള ഫണ്ടിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഉപദേശം അവിടെ ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ടോ ഇവിടെ ചാലയിലെ തൊഴിലാളികളെല്ലാം കൂടെ ഇടിച്ചു കയറി ഇവിടെ സീൻ കാണാൻ വേണ്ടിയിട്ട് IFFKയുടെ സിനിമയ്ക്ക് കയറി എന്ന് അദ്ദേഹം പരാമർശിക്കുന്നു. എങ്ങനെയാണ് ഇത് ചാലയിലെ തൊഴിലാളികളാണ് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്? സനീഷിന് അറിയാലോ, അവിടെ സിനിമകൾ നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ തിരക്കുണ്ടാകുന്നത്. ശരിയാണ്, ഇത്തരത്തിലുള്ള ചില അഡൽട്ട് കണ്ടന്റ് ഉണ്ടാകുന്ന സിനിമകൾ വരുമ്പോൾ ഫിലിം ഫെസ്റ്റിവലിൽ വലിയ കൂട്ട ഇടി ഉണ്ടാവാറുണ്ടായിരുന്നു. കൈരളി തിയേറ്ററിന്റെ വാതിൽ വരെ പൊളിഞ്ഞു ഇടി ഉണ്ടായിട്ടുണ്ട്. അത് തൊഴിലാളികളാണോ? സനീഷ് ഓർക്കുന്നില്ലേ? പടം കാണാൻ പോകുന്ന ആളുകൾ എല്ലാവരും മറ്റോ പറഞ്ഞ സംവിധായകന്റെ സിനിമയായിട്ടായിരുന്നു ഈ ഡോർ തകർന്നത്. അത് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം അതിനെ കണ്ട പെർസെപ്ഷനാണ് പുറത്തു വരുന്നത്. അതായത് അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ഒന്നോ രണ്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ ചാലയിലെ തൊഴിലാളികൾ ഉണ്ടാവാനേ സാധ്യത, അവർക്ക് വേറെ പണിയുണ്ട്. അതായത് പക്ഷെ അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത് ചാലയിലെ തൊഴിലാളികൾ എന്നാണ്. അപ്പോൾ ആ അടിസ്ഥാന വിഭാഗത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ആ മട്ടിലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ഒരു പിന്തുണയുടെയും ആവശ്യമില്ല. അഡീസിന്റെ പിന്തുണ എന്തായാലും ഇല്ല. ഒരു കാര്യമുണ്ട്, അതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ അതിഗംഭീരമായ സിനിമകൾ എടുത്ത സംവിധായകനാണ്. അത് പ്രത്യേകം പറയേണ്ടതില്ല, അത് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഒരു കാര്യമുള്ള ഹർഷ, അതായത് ഈ സിനിമയുടെ കണ്ടന്റ്, സൗന്ദര്യാത്മകത, ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരിക. പിന്നെ അദ്ദേഹം കേരളത്തിനും മലയാള സിനിമക്കും ലോക സിനിമക്കും നൽകിയ ഇതുണ്ടല്ലോ, ഈ സംഭാവനകൾക്കുള്ള ഒരു ആദരവ് നമ്മൾ മികച്ച തോതിൽ നൽകുക. പക്ഷെ ഇമാതിരി വർത്തമാനം പറയാൻ കൊണ്ടുവരരുത്, അത് സർക്കാരിന്റെ വീഴ്ചയാണ്. അല്ല, ഇപ്പൊ സർക്കാർ ഈ കാര്യത്തിൽ രണ്ടു തട്ടിലാണ്. കാരണം വാസവ മിനിസ്റ്റർ എന്ന് പറയുന്നു, ബിന്ദു മിനിസ്റ്റർ വേറൊന്ന് പറയുന്നു. ആ കാര്യത്തിൽ തീരുമാനമാവേണ്ടത് ഒരു വിഭാഗത്തിന് ഉയർന്നു വരാനുള്ള അവസരമായി ആവിഷ്കരിച്ചതാണ് KSFDCയുടെ സിനിമാ നിർമ്മാണ പോളിസി. അതിനെ ആ അർത്ഥത്തിലല്ല അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാത ചലച്ചിത്രകാരൻ മനസ്സിലാക്കിയത് എന്ന് വേണം കരുതാൻ. തീർത്തും വരേണ്യ സവർണ ബോധത്തിലൂന്നിയായിരുന്നു സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലെ അടൂരിന്റെ പ്രതികരണം എന്നതിൽ RDXന് തർക്കമില്ല. അതിനെതിരെ പ്രതിഷേധമുയരുന്നത് സ്വാഭാവികവുമാണ്. എന്നാൽ ആ പ്രതിഷേധത്തെ ഉൾക്കൊള്ളാനും അടൂരിനായില്ല എന്നത് നിരാശയുണ്ടാക്കിയെന്ന് RDX കരുതുന്നു. ദളിത് വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനുള്ള സർക്കാർ ഇടപെടലാണെന്ന് ചൂണ്ടിക്കാട്ടി അടൂരിന്റെ പരാമർശത്തെ മന്ത്രി സജി ചെറിയാൻ വേദിയിൽ തന്നെ തള്ളിയത് മാതൃകാപരമാണ്. കേരള സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യരുടെയും കഥകളും രാഷ്ട്രീയവും സാമൂഹിക അവസ്ഥയും ചരിത്രവും എല്ലാം സിനിമകളാവണം. അതിന് തടസ്സമാകുന്ന നിലപാടുകളെ സർക്കാരും പൊതുസമൂഹവും തള്ളിക്കളയുമെന്ന പ്രതീക്ഷയോടെ RDX അടുത്ത വിഷയത്തിലേക്ക് കടക്കും.